ആഴ്ചത്തെ മോട്ടോ ജി പി റേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ശനിയാഴ്ചത്തെ റേസിൽ ഈ മാർക്ക് മാർക്കസ് ക്രാഷ് ആവുമ്പം കുറേ ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നതും ചെയർ ചെയ്യുന്ന വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ഞായറാഴ്ചത്തെ റേസിൽ അപ്രീലിയയുടെ റൈഡറായിട്ടുള്ള മാർക്കോ ബെൻസക്കിയോട് ഒരു സൂപ്പർ ഫൈറ്റ് ചെയ്ത് റേസ് ജയിച്ചിട്ട് പോലും ഒരുപാട് ഫാൻസ് പോഡിയത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂവുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിനെല്ലാം തുടക്കം വയ്ക്കുന്നത് 2015 വർഷമാണ്. ഈ വർഷമാണ് മാർക്ക് മാർക്കസും വാലന്റീനോ റോസിയും തമ്മിലുള്ള റൈവലറി തുടങ്ങുന്നത്. ഈ വാലന്റീനോ റോസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മോട്ടോ ജി പിയിൽ ഒരു ഗോഡാണ്, ഇയാളൊരു ലെജൻഡാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ളൊരു റൈഡറാണ് വാലന്റീനോ റോസി. അപ്പോൾ ഈ മാർക്ക് മാർക്കസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാർക്ക് മാർക്കസ് 2013 മോട്ടോ ജി പിയിൽ വരുന്നത്. എന്നിട്ട് ടോട്ടൽ റുക്കി, മോട്ടോ ജി പിയിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഈ വേൾഡിൽ ആദ്യമായിട്ടാണ് ഒരു റുക്കി റൈഡർ ചാമ്പ്യൻഷിപ്പ് ജയിക്കുന്നത്. 2014 അതിൻ്റെ അടുത്ത വർഷവും മാർക്ക് മാർക്കസ് തന്നെയാണ് മോട്ടോ ജി പിയിൽ ചാമ്പ്യൻഷിപ്പ് ജയിക്കുന്നത്. 2015 സീസൺ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആവാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ സീസണിൽ യമഹ ടീമാണ് ചാമ്പ്യൻഷിപ്പിന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ആയിരുന്നു ബെസ്റ്റ് ബൈക്സ്. ഈ ചാമ്പ്യൻഷിപ്പിന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വാലന്റീനോ റോസിയും ഹൊർഹെ ലോറൻസോ എന്ന് പറയുന്ന ഒരു റൈഡറാണ്. വാലന്റീനോ റോസിയും ഹൊർഹെ ലോറൻസോയും തമ്മിൽ ആ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് വളരെ ക്ലോസ് ആയിരുന്നു. വാലന്റീനോ റോസി ഒരു റേസ് ജയിക്കുകയാണെങ്കിൽ ലോറൻസോ ഒരു റേസ് ജയിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വാലന്റീനോ റോസി ഒരു സൂപ്പർ പെർഫോമിങ് ചെയ്യുന്ന ഒരു റൈഡറാണെങ്കിലും അവൻ്റെ ഏജ് കാരണവും മേ ബി നമുക്ക് അറിഞ്ഞുവിടാത്ത സം അതർ റീസൺസ് കാരണം ഹൊർഹെ ലോറൻസോ റോസിയെക്കാട്ടിലും കുറച്ച് കൂടുതൽ റേസസ് ജയിച്ചിട്ടും ഉണ്ടായിരുന്നു. ചാമ്പ്യൻഷിപ്പ് പോയിൻറ്റ്സിൽ ഫർദർ ഫ്രണ്ടിലാണ് നിന്നിരുന്നത്. പിന്നെ വാലന്റീനോ റോസിയുടെ ഒരു ബിഹേവിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാലന്റീനോ റോസി ട്രാക്കിൽ മാത്രമല്ല ഒരു സൂപ്പർ റൈഡറും ഈ ബാക്കിയുള്ളവരെ തോൽപ്പിക്കുന്ന ഒരാൾ. ട്രാക്കിൽ മാത്രമല്ലാതെ മെൻറ്റാലിറ്റിയിലും ബാക്കിയുള്ളവരെ തോൽപ്പിക്കാൻ കിങ് ആയിരുന്നു വാലന്റീനോ റോസി. എന്ന് വെച്ചാൽ ട്രാക്കിന് പുറത്ത് വെച്ച് മീഡിയയിൽ കൂടെ ആയാലും ഫാൻസിൻ്റെ ഇടയിൽ കൂടെ ആയാലും അവൻ്റെ റൈവൽസിന് അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന റൈഡേഴ്സിന് ഒരു എത്ര കഷ്ടപ്പെടുത്താൻ പറ്റുമോ അതായിരുന്നു വാലന്റീനോ റോസിയുടെ ഗോൾ. ഇതൊരു ചീത്തയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഇത്രയും വലിയൊരു സ്പോർട്സ് കമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയാൽ മാത്രമേ നമ്മൾ റീച്ച് ചെയ്യേണ്ട കേപ്പബിലിറ്റീസും നമുക്ക് വേണം, നമ്മളെ കൊണ്ട് നടത്തണമെന്നുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ മാർക്ക് മാർക്കസ് മോട്ടോ ജി പിയിൽ വന്നപ്പോൾ ഈ വാലന്റീനോ റോസി അവൻ്റെ ഐഡിയലായിരുന്നു. അവൻ അത് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഈ വാലന്റീനോ റോസി മാർക്ക് മാർക്കസിനെ സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഈ 2013 2014 സീസൺ നടന്നിരുന്നപ്പോൾ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഇവർ രണ്ടുപേരും റൈവൽസ് ആണെങ്കിലും ഇവർ ഫ്രണ്ട്സാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നല്ല റെസ്പെക്റ്റും ഉണ്ട്. ഈ ചാമ്പ്യൻഷിപ്പ് 2015 ഫൈറ്റ് അവസാനം ആവാറാകുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയയിൽ ഒരു റേസ് നടക്കും. ഈ റേസിൽ ലാസ്റ്റ് 2-3 ലാപ്സിൻ്റെ ടൈമിങ്ങിൽ ഈ മാർക്ക് മാർക്കസ് വാലന്റീനോ റോസിയെ ഓവർടേക്ക് ചെയ്ത് അവസാനത്തെ ലാപ്പിൽ വാലന്റീനോ റോസിയുടെ റൈവലായ ഈ ഹൊർഹെ ലോറൻസോനെ ഓവർടേക്ക് ചെയ്യും. വാലന്റീനോ റോസിയുടെ റൈവല് അവനെ ഓവർടേക്ക് ചെയ്ത് ലോറൻസോനെ എടുക്കാനുള്ള പോയിൻറ്റ്സിൽ നിന്നും ഈ മാർക്ക് മാർക്കസ് കുറേ പോയിൻറ്റ്സ് എടുക്കും. അപ്പോൾ ഇത് വാലന്റീനോ റോസിക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ റേസ് കഴിഞ്ഞിട്ടും നമുക്ക് വിഷ്വൽസ് കാണാൻ പറ്റും വാലന്റീനോ റോസിയും തമ്മിയും മാർക്ക് മാർക്കസും തമ്മിൽ കൈ എടുക്കുന്നതും ഒക്കെ ആയിട്ട് അവർ ചില്ലായിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നതെല്ലാം കാണാൻ പറ്റും. ഇതെല്ലാം ചേഞ്ച് ആവാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് മലേഷ്യയിൽ നടക്കുന്ന റേസിലാണ്. ഞായറാഴ്ചയാണ് റേസ് എങ്കിൽ വ്യാഴാഴ്ച പ്രസ് കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രസ് കോൺഫറൻസിൽ വാലന്റീനോ റോസി പെട്ടെന്ന് പറയും ഈ മാർക്ക് മാർക്കസ് ഹൊർഹെ ലോറൻസോനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഒരേ രാജ്യത്തു നിന്നുള്ളവരാണ്. അവരൊരു ടീം അല്ലെങ്കിൽ പോലും അവർ ഓരോ രാജ്യത്തു നിന്ന് വന്നവരായതുകൊണ്ട് ഈ മാർക്ക് മാർക്കസിന് വാലന്റീനോ റോസി ജയിക്കണേക്കാട്ടിലും ഈ ലോറൻസോ ജയിക്കുന്ന കാണാനാണ് അവന് ഇൻട്രസ്റ്റ്. ഇങ്ങനെയൊക്കെ കുറച്ച് ഒരാവശ്യവും ഇല്ലാത്ത കുറേ കോൺവെർസേഷനിൽ വാലന്റീനോ റോസി കുറേ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് കാണുന്ന മാർക്ക് മാർക്കസിൻ്റെ ഫേസ് കാണുമ്പോൾ നമുക്കറിയാം അവൻ ടോട്ടലി ഷോക്ക്ഡ് ആണ്. അപ്പോൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല ഇങ്ങനെയൊക്കെയാണ് റോസി ചിന്തിക്കുന്നതും ഇങ്ങനെയൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതിൽ വാലന്റീനോ റോസി എക്സ്പെക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരുപാട് ബാക്ക്ലാഷും ഫാൻസിൻ്റെ നിന്ന് നെഗറ്റീവ് കോമൻസും ഈ മാർക്ക് മാർക്കസിന് കിട്ടുമ്പോൾ അവൻ ഈ ലോറൻസോയെ കുറച്ചുകൂടെ ഫൈറ്റ് ചെയ്ത് ലോറൻസോയുടെ ജീവിതം കുറച്ചുകൂടെ കഷ്ടപ്പെടുത്തും. അതേപോലെ തന്നെ വാലന്റീനോ റോസിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു പൊസിഷൻ വന്നാൽ മാർക്ക് മാർക്കസ് വാലന്റീനോ റോസിയോട് എൻഗേജ് ചെയ്യാതെ അങ്ങ് മാറിക്കൊടുക്കും എന്നൊരു വിചാരത്തിലാണ് റോസി ഇങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ മാർക്ക് മാർക്കസ് ഇതെടുക്കുന്നത് ടോട്ടലി ഓപ്പോസിറ്റ് വേയിലാണ്. മാർക്ക് മാർക്കസ് വാലന്റീനോ റോസി വിചാരിച്ച പോലെയല്ല മാർക്ക് മാർക്കസ് അവൻ്റെ മെൻറ്റാലിറ്റിയിൽ ഈ കാര്യം എടുക്കുന്നത്.
ഇനി ഇതാണ് മോട്ടോ ജി പിയിൽ ആരും കാണുമെന്ന് വിചാരിക്കാത്തൊരു ഇൻസിഡൻറ്റ്. ഞാൻ പോകുന്ന ഇവർ ഈ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് അന്നത്തെ വീക്ക് റേസ്, ഈ റേസ് നടക്കുന്നത് മലേഷ്യയിലാണ്. സെപ്പാങ് എന്നാണ് ഈ സർക്യൂട്ടിൻ്റെ പേര്. ഇതിൽ വാലന്റീനോ റോസിയും മാർക്ക് മാർക്കസും തമ്മിൽ എൻഗേജ് ചെയ്യും. ഒരു രക്ഷയില്ലാത്ത ബാറ്റിലാണ്. നിങ്ങൾ ഈ റേസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. ഫുൾ റേസ് കണ്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, അതെങ്കിലും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ് ഇവർ തമ്മിലാവുന്നത്. നമ്മൾ നോർമലി മോട്ടോ ജി പിയിൽ റൈഡേഴ്സ് റൈഡ് ചെയ്യുന്ന രീതിയിലല്ല ഈ റേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവർക്ക് പേഴ്സണലി രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ദേഷ്യവും ഫ്രസ്ട്രേഷൻസും ഒക്കെ ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഈ റേസ് നമുക്ക് കാണുമ്പം നമുക്ക് അവരുടെ മെൻറ്റാലിറ്റി കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഫാൻസും വ്യൂവേഴ്സും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാതൊരു കാര്യം നടക്കും. ഈ വാലന്റീനോ റോസി ലാസ്റ്റ് ഈ ഫൈറ്റ് ഒരു ലെവലിൽ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഈ മാർക്ക് മാർക്കസിൻ്റെ ഇൻസൈഡിൽ പോയിട്ട് അവനെ ട്രാക്കിൻ്റെ സൈഡിലോട്ട് പുഷ് ചെയ്ത് അറിഞ്ഞുകൊണ്ട് മാക്സിമം അവനെ ട്രാക്കിൻ്റെ ഔട്ട്സൈഡിലോട്ട് പുഷ് ചെയ്ത് ഇവൻ ക്രാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റോസി അവൻ്റെ റേസ് കണ്ടിന്യൂ ചെയ്യും. ഇത് ഏതൊരു സ്പോട്ടിൽ ഇങ്ങനെ ഒരാൾ ചെയ്താലും നാച്ചുറലി പ്രത്യേകിച്ച് റേസിങ്ങിൽ ഇങ്ങനൊരു സംഭവം ചെയ്യുവാണെങ്കിൽ നടക്കാൻ പോകുന്നത് ഒരു 2 ലാപ്സിനകം ബ്ലാക്ക് ഫ്ലാഗ് കാണിക്കും. ബ്ലാക്ക് ഫ്ലാഗ് കാണിക്കുമെന്ന് വെച്ചാൽ അവരെ റേസിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യും. അവർക്കൊരു പോയിൻറ്റ്സും കിട്ടത്തില്ല. പിന്നെ നെക്സ്റ്റ് റേസിനൊക്കെ ഇവർക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റ്സും കൊടുക്കും. കാരണം ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഈ മോട്ടോ ജി പി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇഞ്ചുറീസ് വരാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്പോർട്സാണ്. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ നമുക്ക് ഈ ക്രൗഡിൻ്റെ റിയാക്ഷൻ കേൾക്കുമ്പോഴും അറിയാൻ പറ്റും. അത്ര രീതിയിലൊരു സൗണ്ടാണ് ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടാവുന്നത്. അത്ര ഫാൻ എൻഗേജ്മെൻ്റ് ഉണ്ടാവും ഈ ഒരു ഇൻസിഡൻറ്റിന്. സാധാരണ ഒരു റൈഡറിനെ അവർ ബ്ലാക്ക് ഫ്ലാഗ് ചെയ്ത് റേസിൽ നിന്ന് ബാൻ ചെയ്തേനെ, പക്ഷേ റോസിനെ ബാൻ ചെയ്യത്തില്ല. എന്നിട്ട് റോസി ആ റേസ് എൻഡ് ചെയ്ത് പോഡിയവും കിട്ടി, അവന് പോയിൻറ്റ്സും കിട്ടും. പക്ഷെ എന്നാലും ലോറൻസോയുടെ പിറകെയാണ് ചാമ്പ്യൻഷിപ്പിൽ. പക്ഷേ ഈ ഒരു കാര്യം റോസി ചെയ്തത് കാരണം അടുത്തതാണ് മോട്ടോ ജി പിയുടെ അവസാനത്തെ റേസ്. ഈ റേസിൽ ആര് ജയിക്കും, ഇവരാണ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് അടിക്കാൻ പോകുന്നത്. പക്ഷേ വാലന്റീനോ റോസി ഈ ഒരു കാര്യം കാണിച്ചത് കാരണം അവനെ ബ്ലാക്ക് ഫ്ലാഗ് ചെയ്തില്ലെങ്കിലും അവസാനത്തെ റേസിൽ അവനൊരു പെനാൽറ്റി കൊടുക്കും. ലാസ്റ്റ് പൊസിഷനിൽ നിന്നേ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ക്വാളിഫയിങ്ങിൽ ഏത് പൊസിഷനിൽ അവൻ ക്വാളിഫൈ ചെയ്താലും. അങ്ങനെയാണ് റോസി ഈ റേസ് അവസാനത്തെ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ടൈറ്റിലിൽ കമ്പീറ്റ് ചെയ്യാനും പറ്റത്തില്ല. ലാസ്റ്റ് 2015 വേൾഡ് ചാമ്പ്യൻ ഹോർഹെ ലോറൻസോ ആവും. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റൈവലറീസ് ബിഗിൻ ആവുന്നത്. പിന്നെ ഒരു ഇറ്റാലിയൻ ഫാനും ഈ മാർക്ക് മാർക്കസിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഒരുപാട് സ്പാനിഷ് ഫാൻസ് വാലന്റീനോ റോസിക്കെതിരെയായി. ഇപ്പോൾ നമ്മൾ മോട്ടോ ജി പി കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ വേൾഡ് വാർ 2ൻ്റെ ഒരു സൈറ്റ് പോലെയാണ്. കമൻറ്റ് സെക്ഷനിലൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും ഈ 2015 നടന്ന കാര്യത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ഇപ്പോഴും നടക്കുന്നത്. ഈ ഒരു സ്റ്റോറി ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ചാൽ അടുത്ത ആഴ്ചത്തെ റേസ് മാർക്ക് മാർക്കസ് ജയിക്കുവാണെങ്കിൽ വാലന്റീനോ റോസിയുടെ ചാമ്പ്യൻഷിപ്സ് മാർക്ക് മാർക്കസ് ഈക്വൽ ചെയ്യും. ഇതാരും ചെയ്യുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. കാരണം മാർക്ക് മാർക്കസിൻ്റെ ഇഞ്ചുറികൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഓൾമോസ്റ്റ് അവൻ്റെ കരിയർ എൻഡായതാണ്. ഈ റോസി മാർക്ക് മാർക്കസിൻ്റെ റൈവലറിയിൽ ആക്ച്വലി റോസിക്കാണ് കുറച്ച് വേഴ്സ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് അവനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തത് ശരിയല്ല. അത് കാരണം അവൻ്റെ ആ ഒരു ബ്രാൻഡ് ഇമേജിൽ കുറച്ചൊരു അഫക്റ്റ് രീതിയിൽ ചെയ്തിട്ടുണ്ട്. മാർക്ക് മാർക്കസിൻ്റെ ബ്രാൻഡിനെ ഉറപ്പായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാൻസിനെ അവൻ അഗെയിൻസ്റ്റ് ആക്കിയത് കാരണം ഇപ്പം ഇറ്റലിയിൽ പോയാൽ പോലും റേസ് ജയിച്ചാൽ പോലും മാർക്ക് മാർക്കസിൻ്റെ കൂവലും കാര്യങ്ങളും എല്ലാം നടക്കാറുണ്ട്. പക്ഷേ ഈ മാർക്ക് മാർക്കസ് എന്ന് പറയുമ്പോൾ വേറൊരു ഇൻഡിവിജ്വലാണ്. അവനെ ഇത് എഫക്റ്റ് ചെയ്യുന്ന ഒരാളല്ല. അവൻ്റെ മെൻറ്റാലിറ്റിയിൽ ഇതൊരു പ്രശ്നമല്ല. അതിന് ഒരു ജസ്റ്ററായിട്ടാണ് ഈ വർഷം ഇറ്റലിയിൽ പോയി അവരുടെ ഹോം ടൗണിൽ റേസ് ജയിച്ചിട്ട് അവൻ്റെ റേസ് സൂട്ട് ഊരി, മെസ്സി ആണെങ്കിൽ ഒരു ടീമിൻ്റെ കൂടെ ജയിക്കുമ്പോൾ ഇതേപോലത്തെ അവന് ഹേറ്റ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ സ്ഥലത്ത് പോയി ജയിച്ചിട്ട് അവൻ്റെ ജേഴ്സി ഊരി അവരുടെ ഫ്രണ്ടിൽ കാണിക്കുന്നൊരു വിഷ്വലുണ്ട്. അതിനെ ഇമിറ്റേറ്റ് ചെയ്താണ് മാർക്ക് മാർക്കസ് ഇറ്റാലിയൻസിൻ്റെ ഹോം പ്ലേസ് അവിടെ പോയി ജയിച്ചിട്ട് ഇവൻ്റെ റേസ് റൂട്ട് പോഡിയത്തിൽ ഊരി എല്ലാവരുടെയും മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരിതാണ് മോട്ടോ ജി പിയിൽ ഇത്രയും ഹെയ്റ്റും കുറേ കമൻറ്റ് സെക്ഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു 2015 നടന്ന സംഭവത്തിനെ വെച്ചാണ്.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇതേപോലെ മോട്ടോ ജി പിനെ F1നെ കുറിച്ചൊക്കെ കണ്ടൻറ്റ് ഒരുപാട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് പാർട്ടെങ്കിലും ഇഷ്ടപ്പെട്ടു, ഇനി ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാം, ഈ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കുറച്ചൊരു സപ്പോർട്ട് തരുക. അറ്റ്ലീസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്ന് ഒരു ഫീഡ്ബാക്ക് തരുവാണെങ്കിൽ എന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളെ ഹോപ്പ്ഫുള്ളി എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. See you later. Thank you for watching.